തലസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് നാലായിട്ട് വലിച്ചു കീറി കത്തിച്ച സതീശ ഫാൻസിന്റെ പ്രവൃത്തി വിവാദമായപ്പോൾ അതിനെ ലഘൂകരിക്കാൻ സതീശൻ മാമൻ മാപ്പിള കുടുംബത്തിൽ ഇന്നലെ രാത്രി തന്നെ ലക്ഷങ്ങൾ എത്തിച്ചു. ഇന്ന് രാവിലെ സതീശൻ അനുകൂലമായി ഈ വിഷയത്തെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ മാമൻ മാപ്പിള ഷാനിയെ തന്നെ കളത്തിലിറക്കി. ന്യായീകരിക്കാൻ ചാണ്ടി മോനെയും കൊണ്ടിരുത്തി. സ്വാഭാവികമായിട്ട് രണ്ടും മതിയല്ലോ. മനോരമ വളർത്തിക്കൊണ്ടുവരുന്ന ചാണ്ടിമോൻ എന്ന് പറഞ്ഞാൽ മനോരമ വരച്ചു കൊടുക്കുന്ന വരയിലൂടെ അല്ലാതെ നടക്കത്തില്ല. കാര്യം അപ്പനെ ഇന്നലകളിൽ ഉമ്മൻചാണ്ടി ആക്കിയതാരാണ്? അത് മാമൻ മാപ്പിള കുടുംബമാണ്. അപ്പോ മാമൻ മാപ്പിള കുടുംബം ഒരാവശ്യം മുന്നോട്ട് വെച്ചാൽ ചാണ്ടി ഉമ്മന് നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോ മാമൻ മാപ്പിള കുടുംബത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഡീലെല്ലാം ഉറപ്പിച്ച് രാത്രി ലക്ഷങ്ങൾ എത്തിച്ചതോടുകൂടി രാവിലെ ചാണ്ടിമോനെ പിടിച്ചിരുത്തി ചോദ്യം ചോദിച്ചപ്പോൾ പറയുകയാണ്, ആ ഫ്ലെക്സ് കീറിയത് കോൺഗ്രസ്സുകാരല്ലത്ര. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കൂടിയുള്ള, ഉമ്മൻചാണ്ടിയുടെ പടം കൂടിയുള്ള, അത് നമ്മൾ പ്രത്യേകം പറയണം, ഉമ്മൻചാണ്ടിയുടെ പടത്തിന് നേരെയല്ല, ഉമ്മൻചാണ്ടിയുടെ പടം കൂടിയുള്ള ഒരു ഫ്ലക്സ് കീറി. അപ്പോൾ ഉമ്മൻചാണ്ടി അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് കെ സി വേണുഗോപാലിന്റെ അനുയായികൾ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി അപമാനിക്കലാണതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇന്നലെ ഫ്ലെക്സ് കീറുക മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് കെ സി വേണുഗോപാലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും പടമുള്ള ഫ്ലെക്സ് കത്തിക്കുകയാണ്. പക്ഷെ കത്തിപ്പോയത് എൻ്റെ പിതാവിന്റെ ഫോട്ടോയാണ്. അപ്പൊ എന്തായാലും ഇതൊന്നും പക്ഷേ കോൺഗ്രസ്സുകാർ ചെയ്യുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഈ ഒരു ആവേശത്തിൽ കയറിക്കൂടിയ മറ്റാരെങ്കിലും ആയിരിക്കും അത് ചെയ്യുന്നത്. കാരണം കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കത്തിക്കുമെന്നോ കീറിക്കളയുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് ഈ ഇപ്പോഴത്തെ പാർട്ടിയിലെ നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക്. അത് ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ കരുതുന്ന ഒരു നേതാവാണ്. പിന്നെ ചിലർ വല്ല ആവേശത്തിനിടയിൽ പ്രവർത്തിച്ചാണോ എന്നും അറിയില്ല. എന്തിനും ഏതിനും അപ്പ 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 എന്ന് വിളിച്ച് കരയുന്ന മോനാണ്. സ്വന്തം അപ്പന്റെ ഫോട്ടോ കോൺഗ്രസ്സുകാരും സതീശ ഫാൻസുകാരും ചേർന്ന് തെരുവിലിട്ട് ഇങ്ങനെ വലിച്ചു കീറി കത്തിച്ച ദൃശ്യം കണ്ടിട്ട് അത് ആരോ ആവേശം കൊണ്ട് ചെയ്തതാണ്. അത് കോൺഗ്രസ്സുകാരല്ല, പിന്നെ CPM-കാരായിരിക്കും. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറലാണല്ലോ CPM-കാരുടെ പണി. ഒന്ന് ആലോചിക്കണേ. അപ്പൻ എൻ്റെ വികാരമാണ്, അപ്പൻ കോൺഗ്രസിന്റെ വികാരമാണെന്ന് പറയുമ്പോൾ ആ വികാരം എന്താണെന്ന് ഇന്നലെ തെരുവിൽ കാണിച്ചു. ഉമ്മൻചാണ്ടിയല്ല, അതിനേക്കാൾ വലിയ പുണ്യാളച്ചനാണ് ഇപ്പോൾ VD സതീശൻ. ആ നിലയ്ക്കാണ് സതീശന്റെ പ്ലക്കാർഡ് മേന്തി വന്ന് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി അതിന്റെ മുകളിൽ സതീശന്റെ ചിത്രം വെച്ചത്. അതിന് ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പ അപ്പ എന്നുള്ള രീതിയിൽ ക്യാമറകൾക്ക് മുന്നിലുള്ള ആ ഒരു പ്രത്യേകതരം കരച്ചിലുണ്ടല്ലോ, അത് അഭിനയമാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത്തരം വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞൂടെ? പക്ഷേ മനോരമ ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ ഭാവി മനോരമയുടെ കയ്യിലാണുള്ളത്. മനോരമ വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഏത് കാര്യത്തിലും അവരാവശ്യപ്പെടുന്നത് പോലെ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോന്നിയാസം അരങ്ങേറിയപ്പോൾ ആരോ ആവേശം കൊണ്ട് ചെയ്തതാണത്രേ, ഏതോ വഴിപോക്കനാണത്രേ, ഏത് സതീശന്റെ പ്ലക്കാർഡുകളുമായി വന്ന് ഫോട്ടോയും വലിച്ചു കീറി അവിടെ സതീശന്റെ പ്ലക്കാർഡ് വെച്ചത്. അത് ആവേശക്കാരാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇയാൾക്ക് അപ്പനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് നാട്ടുകാർക്ക് കൂടി ചിന്തിക്കാവുന്നതാണ്. എന്ത് കാര്യത്തിനും അവസരോചിതമായി അപ്പ അപ്പ എന്ന് വിളിക്കുന്ന വ്യക്തി ഇവിടെ അപ്പനെ തെരുവിലിട്ട് ഇങ്ങനെ അപമാനിച്ചപ്പോൾ അതിൽ വേദന തോന്നിയിട്ടില്ലെങ്കിൽ, അത് കോൺഗ്രസ്സുകാരല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് ആവേശക്കാരാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ, മനോരമ പറഞ്ഞാൽ അപ്പനെ വേണമെങ്കിലും തള്ളിപ്പറയാൻ ചാണ്ടിമോന് മടിയില്ല എന്നതിന്റെ തെളിവാണ് ആ പ്രതികരണമെന്ന് പറയേണ്ടി വരുന്നു.